പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വൈറസ് എന്നുള്ളത്. വൈറസ് പല രീതിയിലുള്ളതാണ്. നമ്മുടെ മൊബൈലിലേക്ക് വൈറസ് എത്തുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ കാറ്റഗറിയിൽപ്പെട്ടായിരിക്കും. കൂടുതൽ നമ്മുടെ മൊബൈലിലേക്ക് വൈറസ് എത്തുന്നത് ഈ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിങ്കുകൾ വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മൊബൈലിലേക്ക് വൈറസുകൾ എത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 7 ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് 54 ആപ്ലിക്കേഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ രാജ്യസുരക്ഷ എന്നുള്ള കാരണങ്ങളൊക്കെ നിലനിർത്തിയിട്ടാണ്. അതായത് പൗരന്മാരുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പും ഇന്ത്യ ഗവൺമെൻറ് കുറേ ആപ്ലിക്കേഷൻ ഇതുപോലെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതുപോലെ 2 ദിവസം മുമ്പ് ഇതുപോലെ 54 ആപ്ലിക്കേഷനിൽ ബാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് 7 ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 7 ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈലും മാത്രമല്ല നമ്മുടെ ഡാറ്റകളും മറ്റുള്ളവരൊക്കെ എടുത്തു കൊണ്ടുപോകും എന്നുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഇതിൽ കൂടിയിരിക്കുന്നത് ഈ 7 ആപ്ലിക്കേഷനിലുള്ളതെന്ന് പറഞ്ഞാൽ ജോക്കർ വൈറസ് എന്ന് പറഞ്ഞ വൈറസാണ്. ഈ ജോക്കർ വൈറസാണ് ഇപ്പോൾ ഈ 7 ആപ്ലിക്കേഷനിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പം പ്ലേ സ്റ്റോർ ഇത് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ 7 ആപ്ലിക്കേഷനിലും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത്. 50 ലക്ഷവും 60 ലക്ഷം ആളുകൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പ്ലേ സ്റ്റോർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. കാരണം പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ എന്തെങ്കിലും വൈറസുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യും. ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ഉള്ളത് എന്നുള്ളത് അവർ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് ഒഴിവാക്കും. ഈ ഒഴിവാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ഒരു ചെറിയ സെറ്റിങ്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്തായി ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പ്ലേ സ്റ്റോറിൽ വരുന്ന എല്ലാ ആപ്ലിക്കേഷനും നല്ല ആപ്ലിക്കേഷൻ ആവണമെന്നില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാനുള്ള കാരണം, ഇതുപോലെ എന്തെങ്കിലും വൈറസുകൾ ആപ്ലിക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് പ്ലേ സ്റ്റോർ കണ്ടെത്തി കഴിഞ്ഞാൽ അവരത് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണിക്കും. നമ്മുടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞതിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഈ വൈറസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ APK ഫയലോ അല്ലെങ്കിൽ ഒരു ലിങ്ക് വഴിയോ കിട്ടിക്കഴിഞ്ഞ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊട്ടക്റ്റ്, അതായത് ഇങ്ങനെ ഒരു വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ വൈറസുകൾ വരുന്നതും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഈ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അവിടെ നിങ്ങൾ കണ്ടിട്ട് അതുപോലെ സെറ്റിങ്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പറയാം, ഈ 7 ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് അതിന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 7 ആപ്ലിക്കേഷൻ്റെ പേര് ഞാനിവിടെ പറയാം. ഒന്ന് കളർ മെസ്സേജ്, സെക്യൂരിറ്റി ആപ്പ് ലോക്ക്, കൺവിൻസ് സ്കാനർ, പുഷ് മെസ്സേജ്, ടെക്നിക്കൽ SMS, ഇമേജ് വാൾപേപ്പർ, സ്പെഷ്യൽ ടോക്ക് സ്കാനർ, ഫ്യൂച്ചർ ഫ്യൂച്ചർ ഗെയിം ബോക്സ്. ഇങ്ങനെയുള്ള ഈ ആപ്ലിക്കേഷനുകളാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോഴേ നമ്മുടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.